കേരള കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കൾ നടത്തിയ അനുനയ നീക്കം പാളിയതോടെയാണ് UDF നേതൃത്വം തീരുമാനത്തിലേക്ക് എത്തിയത്. എപ്പോൾ വേണമെങ്കിലും സജിയുമായി ചർച്ച നടത്താൻ UDF തയ്യാറാണ്. എന്നാൽ സജി തന്നെ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നേതൃത്വത്തിൽ നടന്ന UDF യോഗത്തിലാണ് തീരുമാനം. അദ്ദേഹം മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അത് വേറെ നമുക്ക് ചർച്ച ചെയ്യണം. രാജിവെച്ച സമയത്ത് പകരം ഒരാളിനെ താൽക്കാലികമായിട്ട് കേരള കോൺഗ്രസ് ചെയർമാൻ തീരുമാനിച്ചു. ഞങ്ങളതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതേസമയം CPM-ന് പിന്നാലെ സജിക്ക് വേണ്ടി വല വിരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തി. അപരവിഷയത്തിൽ തിരിച്ചടി നേരിട്ട LDF-ന് കച്ചിത്തുരുമ്പ് കൂടിയായി സജിയുടെ രാജി. സജി പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ജോസഫ് വിഭാഗം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. തീർച്ചയായും സജിമോൻ നല്ലൊരു പ്രവർത്തകനാണ്, നല്ല സംഘാടകനാണ്, അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത് ഓടിയ ആളാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സജി എങ്ങോട്ട് ചേക്കേറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 3 മുന്നണിയിൽ നിന്നും സജിക്ക് ക്ഷണമുണ്ട്. നേതാവ് മോൻസ് ജോസഫ് അവിടെ അജയനാണ് നിൽക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് പോയാൽ എന്തായിരിക്കും എന്റെ ഗതി എന്നതിൽ എനിക്ക് എപ്പോഴും ആശങ്കയുണ്ട്. അതിലും UDF നേതൃത്വവും കേരള കോൺഗ്രസ് നേതൃത്വവും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനിയൊരു രാഷ്ട്രീയ പ്രവേശനം വേണോ എന്നതിനെ സംബന്ധിച്ച് ഞാൻ തീരുമാനം എടുക്കുകയുള്ളൂ. ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. സജിയുടെ രാജി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് UDF വിലയിരുത്തുമ്പോൾ ജില്ലയിലെ UDF-ന്റെ ഒന്നാമന്റെ രാജി തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് LDF. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.